إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള വിശ്വാസി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തുസൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പവിത്രമായ മുഹറം മാസത്തിലാണ് നാം ഉള്ളത്. ഇസ്ലാമിലെ വർഷത്തെ കണക്കാക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ള അതിമഹത്തായ ഒരു സംഭവം, അത് നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സംഭവമാണ്. ഇസ്ലാമിൽ ഒരു കലണ്ടർ വേണമെന്ന ആവശ്യം അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആ കാര്യം ബോധ്യപ്പെടുകയും അങ്ങനെ ഇസ്ലാമിൽ ഒരു കലണ്ടർ ആരംഭിക്കുകയാണെങ്കിൽ ഏതു വർഷം മുതൽ ഒന്നാമത്തെ വർഷം തുടങ്ങണം എന്ന ചർച്ചയുണ്ടായി. അത് റമളാനാവാമെന്ന് പറഞ്ഞു, ചില ആളുകൾ പറഞ്ഞു ദുൽഹജ്ജ് മാസമാവാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം എന്നുള്ള നിലക്കുള്ള അഭിപ്രായപ്രകാരം റബീഉൽ അവ്വലാവാമെന്ന് പറഞ്ഞു. എന്നാൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറഞ്ഞു, മുഹറം മാസം പണ്ടു മുതൽക്കേ വർഷത്തിൻ്റെ ആരംഭമായി അറബികൾ കരുതി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മാസം എന്നുള്ള നിലക്ക് അത് മുഹറം തന്നെ. എന്നാൽ വർഷം എന്നുള്ള നിലക്ക് ഏതായിരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷമുണ്ട്, പ്രവാചകൻ നബിയായി തെരഞ്ഞെടുത്ത വർഷമുണ്ട്, അങ്ങനെ പലതുമുണ്ട്. അതിൽ ഏത് തിരഞ്ഞെടുക്കണം? അവിടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹിജ്റ നടന്നത് ഏതു വർഷമാണോ ആ വർഷത്തെ ഒന്നാമത്തെ വർഷമായി തിരഞ്ഞെടുക്കാം. മുഹറം മാസം പതിവ് പോലെ ആ മാസമായിട്ടും തിരഞ്ഞെടുക്കാം, ഒന്നാമത്തെ മാസമായി. പല ആളുകളും ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ സംഭവിച്ചത് മുഹറം മാസത്തിലല്ല, അത് തൊട്ടടുത്ത സഫർ മാസത്തിൻ്റെ അവസാനത്തിലും റബീഉൽ അവ്വൽ മാസത്തിൻ്റെ തുടക്കത്തിലുമാണ് ഹിജ്റ നടന്നിട്ടുള്ളത്, മാസം എന്നുള്ള നിലക്ക്. പക്ഷേ ആ ഹിജ്റ നടന്ന വർഷത്തെ ഒന്നാമത്തെ വർഷമായി കണക്കുകൂട്ടാം. മുഹറമാണ് യഥാർത്ഥത്തിൽ പണ്ടു മുതൽക്കേ ഒന്നാമത്തെ മാസമായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഹറവും ഹിജ്റ നടന്ന വർഷത്തെ ഒന്നാമത്തെ വർഷമായും തിരഞ്ഞെടുത്തു. ശരിയെങ്കിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ മറ്റു എല്ലാ സംഭവങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഹിജ്റ നടന്ന വർഷത്തെ ഒന്നാമത്തെ വർഷമായി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അതിൻ്റെ തത്വം വിശദീകരിക്കുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഹിജ്റ എന്ന ആ മഹത്തായ സംഭവത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യം കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്താണ് ഹിജ്റ എന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഹിജ്റ എന്ന വാക്ക് യഥാർത്ഥത്തിൽ അറബി ഭാഷയിലെ ഹജറ യഹ്ജുറു ഹജറൻ ഔ ഹാജറ യുഹാജിറു മുഹാജറതൻ വഹിജ്റ, അതിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഹജറ അല്ലെങ്കിൽ ഹാജറ. എന്താണ് ഹജറ എന്ന വാക്കിൻ്റെ അർത്ഥം? ഉപേക്ഷിക്കുക, അവഗണിക്കുക, തള്ളിക്കളയുക എന്നാണ്
ആ വാക്കിൻ്റെ അർത്ഥം. ഹജറ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുക, ഹാജറ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ അവഗണിക്കുക. അപ്പോൾ രണ്ടും സമാനമായ ആശയങ്ങളാണുള്ളത്. ഹജറ എന്ന് പറഞ്ഞാൽ എന്തൊന്നിനെയും ഒഴിവാക്കൽ, ഹാജറ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ, ഒരു നാടിനെ, ഒരു പ്രദേശത്തെ, ഒരു സ്ഥലത്തെ ഒഴിവാക്കൽ. ഇതാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഹിജറ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യലാണ്. അതേപോലെ തന്നെ ഹജ്ർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവത്തെ ഒഴിവാക്കലാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഹിജറ എന്നത് രണ്ട് വിധമുണ്ട്. ഒന്ന് ഹിജറത്തുൽ മക്കാൻ, ഒരു സ്ഥലം ഒഴിവാക്കൽ. മറ്റൊന്ന് ഹിജറത്തുൽ ഹാൽ, ഒരു അവസ്ഥയെ ഒഴിവാക്കൽ. ഹിജറത്തുൽ മക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ ഒഴിവാക്കൽ, ഹിജറത്തുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയെ ഒഴിവാക്കൽ. എന്താണ് അതിനുള്ള തെളിവ്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ ഇബാദിയല്ലദീന ആമനു ഇന്ന അർദി വാസിഅ ഫഇയ്യായ ഫഅ്ബുദൂൻ. വിശ്വാസികളായ എൻ്റെ അടിമകളെ, എൻ്റെ ഭൂമി വിശാലമാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ ഭൂമി വിശാലമാണ്. എന്താണ് ഇവ തമ്മിലുള്ള കണക്ഷൻ? മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു നാട്ടിൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ ഭൂമി വിശാലമാണ്, ഒരു സ്ഥലത്ത് തന്നെ അള്ളിപ്പിടിച്ച് നിൽക്കേണ്ടതില്ല. നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുന്ന മറ്റൊരു രാജ്യത്തേക്ക് പോവുക. അതാണ് ഇന്ന അർദി വാസിഅ, എൻ്റെ ഭൂമി വിശാലമാണ്, ഫഇയ്യായ ഫഅ്ബുദൂൻ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കണം. സൂറത്തുൻ നിസായിലെ 97-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ഹിജറ പോവാതെ അഥവാ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അന്വേഷിക്കാതെ ശിർക്കിലും കുഫറിലും ആയിക്കൊണ്ട് മരണപ്പെടുന്നവരോട് മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഖാലു അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ. അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് തിന്മയിൽ തന്നെ കഴിഞ്ഞുകൂടിയത്? നല്ലത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രാജ്യങ്ങളും നാടുകളും സ്ഥലങ്ങളും പ്രദേശങ്ങളും ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ തിന്മ ചെയ്യുന്ന ആളുകളായിക്കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയുണ്ടായത് എന്ന് മലക്കുകൾ മരണസമയത്ത് ചോദിക്കുമെന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതാണ് ലക്ഷ്യം. ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിക്കുക എന്നതിനേക്കാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് പ്രധാനം. ഇതിനാണ് ഹിജറത്തുൽ മക്കാൻ എന്ന് പറയുന്നത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന നാട്ടിലേക്കുള്ള യാത്രയാണ്. രണ്ടാമത്തത് ഹിജറത്തുൽ ഹാൽ, ഒരു അവസ്ഥയെ മാറ്റലാണ്. അഥവാ തിന്മയെ മാറ്റി നന്മ സ്വീകരിക്കുക, തോന്നിവാസം മാറ്റി സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുക, പിശാചിനെ അനുസരിക്കുന്നത് ഒഴിവാക്കി അള്ളാഹുവിനെ അനുസരിക്കുക, ദേഹേച്ഛയെ അനുസരിക്കുന്നത് ഒഴിവാക്കി പ്രവാചകനെ അനുസരിക്കുക. ഇതിനാണ് മറ്റൊരു ഹിജറ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുദ്ദസ്സിറിലെ 5-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറുജ്സ ഫഹ്ജുർ. തിന്മയെ, അധർമ്മത്തെ, ശിർക്കിനെ, ബഹുദൈവാരാധനയെ, തോന്നിവാസങ്ങളെ, വൃത്തികേടുകളെ നിങ്ങൾ ഒഴിവാക്കുക. അവിടെ ഫഹ്ജുർ, ഹജറ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മുഹാജിറു മൻ ഹജറ സയ്യിആത്ത്. മുഹാജിർ എന്ന് പറഞ്ഞാൽ അഥവാ ഹിജറ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരാണ്? തിന്മകളെ, തോന്നിവാസങ്ങളെ ഒഴിവാക്കുന്നവനാരോ അവനാണ് ഹിജറ ചെയ്യുന്നവൻ, അവനാണ് മുഹാജിർ. മറ്റൊരു റിവായത്തിലുള്ളത് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന റിവായത്തിൽ കാണാൻ സാധിക്കുന്നത്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹു അൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിനെ ഒഴിവാക്കുന്നവനാരോ അവനാണ് യഥാർത്ഥ മുഹാജിർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതിനെ ഒഴിവാക്കുക, തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ കൂടുന്നതും ഒഴിവാക്കുക. സൂറത്തുൽ മുസ്സമ്മിലിലെ 10-ാമത്തെ ആയത്തിൽ കാണാം, വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീല. സത്യനിഷേധികളായ ആളുകൾ പറയുന്ന വാക്കുകളെ നബിയെ അവഗണിക്കുക. വഹ്ജുറുഹും ഹജ്റൻ ജമീല, വളരെ ഭംഗിയായി അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. അപ്പോൾ തിന്മ ചെയ്യുന്ന ആളുകളിൽ നിന്നും തിന്മയിൽ നിന്നും വിട്ടുനിൽക്കലും ഹിജറയാണ്.
അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് നന്മ ചെയ്ത് ജീവിക്കുവാൻ വേണ്ടിയുള്ള യാത്രയും ഹിജ്റയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഹിജ്റ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ സഞ്ചാരമാണ്, അടിമകളുടെ സഞ്ചാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന് പരിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 50-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. നിങ്ങളെല്ലാവരും അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുക. ഫറ എന്ന് പറഞ്ഞാൽ ഏതൊന്നിൽ നിന്നോ ഭയപ്പെട്ടുകൊണ്ട് മറ്റൊന്നിലേക്കുള്ള യാത്രക്കാണ് ഫറ യഫിറു ഫറൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫഫിറു ഇലല്ലാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഓടി വരിക. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഹിജ്റ 2 വിധമുണ്ട്. ഒന്ന് ശരീരം കൊണ്ടുള്ള യാത്രയാണെങ്കിൽ മറ്റൊന്ന് ഹിജ്റത്തുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള യാത്രയാണ്. ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള ഹൃദയം കൊണ്ടുള്ള യാത്രയാണ് മറ്റൊരു ഹിജ്റ എന്ന് പറയുന്നത്. മാത്രമല്ല വഹാദിഹി ഹിയൽ മഖ്സൂദ് വഹാദിഹിൽ ഹിജ്റ ഹിയൽ ഹിജ്റത്തുൽ ഹഖീഖിയ്യ, ഈ പറഞ്ഞ ഹിജ്റയാണ് യഥാർത്ഥ ഹിജ്റ എന്ന് പറയുന്നത്. ശരീരം കൊണ്ടുള്ള ഹിജ്റ അതിനെ തുടർന്ന് വരുന്നതാണ്. ആദ്യം മനസ്സുകൊണ്ടുള്ള യാത്ര വേണം, മനസ്സുകൊണ്ടുള്ള വിശ്വാസം ശരിയാകണം, മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അപ്പോഴാണ് ശരീരം അതിന് വഴങ്ങുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃദയം കൊണ്ടുള്ള ഹിജ്റയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹിജ്റയിൽ 2 കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്ന് മിൻ, മറ്റൊന്ന് ഇല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്. ഹിജ്റ ചെയ്യുമ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കാണ്. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ഫയുഹാജിറു ബിഖൽബിഹി മിൻ മഹബ്ബത്തി ഗൈരില്ലാഹ് ഇലാ മഹബ്ബത്തിഹി, അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക്. വമിൻ ഉബൂദിയത്തി ഗൈരിഹി ഇലാ ഉബൂദിയത്തില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവസ്ഥയിലേക്ക്. ഇങ്ങനെ അദ്ദേഹം ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരോടുള്ള സ്നേഹത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്ക്, അള്ളാഹു അല്ലാത്തവരിൽ ഭരമേൽപ്പിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നതിലേക്ക്, അധർമ്മങ്ങളിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും ഖുർആനിലേക്കും സുന്നത്തിലേക്ക്. ഇങ്ങനെയാണ് ഹൃദയം കൊണ്ടുള്ള ഹിജ്റയുണ്ടാവേണ്ടത്. അപ്രകാരം ഹൃദയം കൊണ്ട് മാറുമ്പോഴാണ് ഒരാൾക്ക് ശരീരം കൊണ്ടും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് മുഹാജിറുകളെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഹശ്റിലെ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിൽ ഫുഖറാഇൽ മുഹാജിരീൻ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വ അംവാലിഹിം, മുഹാജിറുകളായ ഫഖീറുകൾ, അവർ അവരുടെ ധനത്തിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും പുറത്താക്കപ്പെട്ടു. പക്ഷെ അവർ പുറത്തുപോയത് എങ്ങനെയായിരുന്നു? യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൻ്റെ ഫദ്ലും റിദ്വാനും മാത്രമാണ് അവർ ആഗ്രഹിച്ചത്. അവർക്ക് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു, അവരിൽ പലർക്കും കുടുംബങ്ങൾ, ഒരുപാട് ഇഷ്ടങ്ങൾ, ജനിച്ച നാട് എല്ലാമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റിയ ഒരു മണ്ണന്വേഷിച്ചുള്ള യാത്ര, അതാണ് ഹിജ്റ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, വല്ലാഹി ഇന്നകി ലഖൈറു അർദില്ലാഹ് وأحب أرض الله إلى الله عز وجل ولولا أني أخرجت منك ما خرجت. അള്ളാഹുവാണ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല രാജ്യമാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടാണ് ഓ മക്ക. നീ ഈ നാട്ടിലെ ജനങ്ങൾ എന്നെ പുറത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്തു പോകുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്. എന്നിട്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും എന്തിനാണ് ഹിജ്റ പോയത്? അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചുകൊണ്ട്. ഇബ്നു ഹിബ്ബാൻ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സന്ദർഭത്തിൽ മുശ്രിക്കുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അതൈതനാ സുഉലൂകൻ ഫകസുറ മാലുക ഇൻദനാ വബലഗ്ത മാ മലഗ്ത സുമ്മ തുരീദു അൻ തഖ്റുജ ബിനഫ്സിക വമാലിക വല്ലാഹി ലാ യകൂനു ദാലിക. അവർ പറയുകയാണ്, ദരിദ്രനായിട്ടാണ് താങ്കൾ മക്കയിലേക്ക് വന്നത്,
ഇപ്പോൾ താങ്കൾക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, ഇതൊക്കെ മക്കയിൽ വെച്ചുണ്ടാക്കിയതാണ്. ആ സ്വത്തുക്കൾ എല്ലാം കൊണ്ട് മദീനയിലേക്ക് പോകാനാണോ താങ്കൾ വിചാരിക്കുന്നത്? ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. താങ്കളെ ഞങ്ങൾ വിടുകയില്ല. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അറഅയ്തും ഇൻ അഅതൈതുകും മാലി അതഖുല്ലൂന സബീലി, എൻ്റെ ധനം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകാം, പകരം നിങ്ങൾ എന്നെ മദീനയിലേക്ക് പോകാൻ അനുവദിച്ചാൽ മതി. ഒരു പണവും എനിക്ക് വേണ്ട, ഒരു ദീനാറും ഒരു ദിർഹവും എനിക്ക് വേണ്ട. എനിക്ക് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് മദീനയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം, നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കുമോ? അവർ പറഞ്ഞു, തീർച്ചയായും നിങ്ങളെ അനുവദിക്കും. ഫബലഗ ദാലിക നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഷയം അറിഞ്ഞു. ഇങ്ങനെ ഒരു പ്രവൃത്തി സുഹൈബ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണ്? റബിഹ സുഹൈബുൻ, റബിഹ സുഹൈബുൻ, സുഹൈബ് വലിയ ലാഭം നേടിയിരിക്കുന്നു, വലിയ ലാഭം നേടിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ദീനാറും ദിർഹവും സ്വത്തും മുഴുവൻ മുശ്രിക്കുകൾക്ക് വിട്ടുകൊടുത്തതിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഏറ്റവും വലിയ ലാഭമെന്നാണ്. എന്ന് പറഞ്ഞാൽ നാളെ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് എന്തൊന്നാണോ നാം ത്യജിക്കുന്നത്, ആ ത്യാഗം വലിയ പുണ്യമായി മാറും. പരലോകത്ത് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിലും അതങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ഹൃദയം കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നമൽ അഅമാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അമലുകൾ, പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് മനുഷ്യരുടെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ ഉദ്ദേശമനുസരിച്ചാണ്. ഓരോ മനുഷ്യനും തൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ കിട്ടുകയുള്ളൂ, അതിനപ്പുറത്തൊന്നും ലഭിക്കുകയില്ല. എന്നിട്ട് പറഞ്ഞത്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലി. അള്ളാഹുവിലേക്കും റസൂലിലേക്കും ആരാണോ ഹിജ്റക്ക് തയ്യാറാവുന്നത് ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും, എങ്കിൽ അത് അള്ളാഹുവിലേക്കും റസൂലിലേക്കും എത്തുന്നതാണ്, അഥവാ പരലോകത്ത് ഉപകാരപ്പെടുന്നതാണ്. എന്നാൽ വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയ യുസീബുഹാ അവിംറഅത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. എന്നാൽ ആരെങ്കിലും ദുനിയാവ് ഉദ്ദേശിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുക എന്ന ലക്ഷ്യത്തിലോ ആണ് ഹിജ്റ പോകുന്നതെങ്കിൽ അവൻ എന്താണോ ഉദ്ദേശിച്ചത് അത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശരീരം കൊണ്ട് സഞ്ചരിക്കുമ്പോഴും ഹൃദയം സഞ്ചരിച്ചിട്ടില്ലെങ്കിൽ അത് ഹിജ്റയായി പരിഗണിക്കുകയില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും ആഗ്രഹിക്കാതെ ശരീരം കൊണ്ടുള്ള പ്രവർത്തനം മാത്രമാണെങ്കിൽ അത് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്നർത്ഥം. അതുകൊണ്ട് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠമെന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ എല്ലാം ത്യജിക്കുകയും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും എത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ലോകങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് ഹിജ്റ പോകാൻ മനസ്സുകൊണ്ടും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച 2 ഹിജ്റകളും അതിന് തയ്യാറുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും സൗകര്യങ്ങളും നന്മകളും സംവിധാനിച്ചു നൽകും എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, വഖാല ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നോക്കൂ ആ പദപ്രയോഗം. ഏതെങ്കിലും ഒരു നാടിൻ്റെ പേര് പറഞ്ഞില്ല, കാരണം അതല്ല പ്രശ്നം. ഏതെങ്കിലും ഒരു നാട് എന്നതല്ല പ്രശ്നം, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപിയും മഗാധജ്ഞനുമാണ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സൂറത്തു സ്വാഫാത്തിൽ ഇപ്രകാരം കൂടി അദ്ദേഹം പറഞ്ഞു, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, എനിക്കുള്ള വഴി അള്ളാഹു കാണിച്ചു തരും, എനിക്കുള്ള വഴി അള്ളാഹു കാണിച്ചു തരും. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, രാജാവിനാൽ പുറത്താക്കപ്പെട്ടു, ഒരു രാജ്യത്ത് നിന്ന് യാത്ര ചെയ്യുകയാണ്. അപ്പോഴും ശുഭപ്രതീക്ഷയാണ്, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വാഗ്ദാനമാണ്. സൂറത്തു നിസായിലെ 100-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കൂ. വമൻ യുഹാജിറു ഫീ സബീലില്ലാഹ് യജിദ് ഫിൽ അർളി മുറാഗമൻ കസീറൻ വസഅ വമൻ യഖ്റുജു മിൻ ബൈതിഹി മുഹാജിറൻ ഇലല്ലാഹി വറസൂലിഹി
ثم يدركه الموت فقد وقع أجره على الله وكان الله غفورا رحيما. ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ധാരാളം സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും സമ്പൽ സമൃദ്ധിയും അവർക്ക് കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. ഇസ്ലാമിൻ്റെ വിജയങ്ങളും ഇസ്ലാമിൻ്റെ ഐശ്വര്യവും അതിൻ്റെ സമ്പൽ സമൃദ്ധിയുമെല്ലാം വർദ്ധിച്ചത് ഹിജ്റക്ക് ശേഷമാണ് എന്നത് ചരിത്രമറിയാവുന്ന നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടി ആര് എന്തൊരു കാര്യം ത്യജിക്കുന്നുവോ പകരം വെക്കുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, മൻ തറക ലില്ലാഹി ഷൈഅൻ അവ്വദഹു അല്ലാഹു ഖൈറൻ മിൻഹു. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുക തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹിജ്റ എന്ന് പറയുന്നത് സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നാം നമ്മുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ ഒഴിവാക്കി അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കലാണ്. ഈ തത്വം അറിഞ്ഞിട്ടില്ലെങ്കിൽ നാം വിജയിക്കുകയില്ല, നാം പരാജയപ്പെട്ടു പോകും. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലമ്മാ ഖലഖല്ലാഹുൽ ജന്നത ഖാല ലി ജിബ്രീൽ ഇദ്ഹബ് ഫൻളുർ ഇലൈഹാ ഫദഹബ فنظر إليها ثم جاء فقال أي ربي وعزتك لا يسمع بها أحد إلا دخلها. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം സൃഷ്ടിച്ചു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, സ്വർഗ്ഗം പോയി ഒന്ന് നോക്കാൻ പറഞ്ഞു. സ്വർഗത്തിൻ്റെ മനോഹാരിത കണ്ട് അത്ഭുതപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹുവേ, ഇങ്ങനെ ഒരു സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും സ്വർഗത്തിൽ പോവാതിരിക്കൂല. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഇതേപോലെയുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവനാണ്. സ്വർണവും വെള്ളിയും സുഖാനുഗ്രഹങ്ങളും ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന് അതേപോലെ തന്നെ മരണമില്ലാത്തൊരു സ്വർഗലോകത്ത് പോവാതിരിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, സ്വർഗത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. സുമ്മ ഹഫ്ഫഹാ ബിൽ മക്കാരിഹ്. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? സ്വർഗത്തെ മക്കാരിഹുകൾ കൊണ്ട്, പ്രയാസകരമായതും ശ്രമകരവുമായ കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു വലയം ചെയ്തു. വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, യാ ജിബ്രീലു ഇദ്ഹബ് ഫൻളുർ ഇലൈഹാ ഫദഹബ ഫനളറ ഇലൈഹാ സുമ്മ ജാഅ ഫഖാല ഐ റബ്ബി വഇസ്സതിക ലഖദ് ഖശീതു അൻ ലാ യദ്ഖുലഹാ അഹദുൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൻ്റെ ചുറ്റിലുമുള്ള പ്രയാസകരമായ കാര്യങ്ങൾ കണ്ടതിന് ശേഷം അള്ളാഹുവിനോട് വന്നിട്ട് പറയുകയാണ്, അള്ളാഹുവേ, ഞാൻ ഭയപ്പെടുന്നു, മനുഷ്യൻ്റെ ഒരു സ്വഭാവം വെച്ച് ഒരാളും സ്വർഗത്തിൽ പോവാൻ സാധ്യതയില്ല. കാരണം എത്ര ഹൈറായതപ്പുറത്തുണ്ടെങ്കിലും ഒരു പ്രയാസം സഹിക്കാൻ മനുഷ്യൻ തയ്യാറല്ല. ഖുലിഖൽ ഇൻസാനു ദഈഫ വഖുലിഖൽ ഇൻസാനു അജൂല. മനുഷ്യൻ ദുർബലനാണ്, അതേപോലെ തന്നെ ധൃതി വെക്കുന്നവനാണ്, ക്ഷമയില്ല. അപ്പുറത്ത് എത്ര മനോഹരമായ അവസ്ഥയും വിജയവുമുണ്ടെങ്കിലും എനിക്ക് പ്രയാസപ്പെടാൻ കഴിയില്ല. 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുന്നില്ല, അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് സക്കാത്തും സദഖയും നൽകാൻ കഴിയുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അതിനപ്പുറത്ത് സ്വർഗമുണ്ടെങ്കിലും എനിക്ക് ക്ഷണികമായത് മതി എന്ന് കരുതുന്ന പ്രകൃതത്തോടു കൂടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ മറികടക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവന് വിജയമുണ്ട്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലമ്മാ ഖലഖല്ലാഹു അൻ-നാറ ഖാല യാ ജിബ്രീൽ ഇദ്ഹബ് ഫൻളുർ ഇലൈഹാ ഫദഹബ ഫനളറ ഇലൈഹാ സുമ്മ ജാഅ ഫഖാല ഐ റബ്ബി വഇസ്സതിക ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലുഹാ. നരകം പോയി കാണാൻ പറഞ്ഞു. നരകത്തിൻ്റെ ഭയാനകത കണ്ട് തിരിച്ചു വന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഈ നരകത്തെക്കുറിച്ച് കേൾക്കുന്ന ഒരാളും തന്നെ നരകത്ത് പോവുകയില്ല. കാരണം അത്രക്ക് ഭയാനകമാണ്. ഒരു തീപ്പെട്ടിക്കൊള്ളി ഉരച്ച് അതിൻ്റെ തീ പോലും കയ്യിൽ വെക്കാൻ ധൈര്യമില്ലാത്ത മനുഷ്യൻ ഇതിനേക്കാളൊക്കെ 70 ഇരട്ടി ചൂടുള്ള നരകാഗ്നിയിൽ പ്രവേശിപ്പിക്കപ്പെടാൻ ആഗ്രഹിക്കുമോ? ഒരു മനുഷ്യനും അത് കഴിയില്ലെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. പക്ഷേ ഫഹഫഹാ ബിശ്ശഹവാതി സുമ്മ ഖാല യാ ജിബ്രീലു ഇദ്ഹബ് ഫൻളുർ ഇലൈഹാ ഫദഹബ ഫനളറ ഇലൈഹാ സുമ്മ ജാഅ ഫഖാല ഐ റബ്ബി വഇസ്സതിക ലഖദ് ഖശീതു അല്ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ദഖലഹാ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ എന്ത് ചെയ്തു? മോഹങ്ങൾ കൊണ്ടും ആഗ്രഹങ്ങൾ കൊണ്ടും വികാരങ്ങൾ കൊണ്ടും വലയം ചെയ്തു. അതിൻ്റെ അപ്പുറത്താണ് നരകം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അതുപോയി കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇങ്ങനെയാണ് കാര്യമെങ്കിൽ നരകത്തിൽ ഒരാളും പ്രവേശിപ്പിക്കപ്പെടാതെ ബാക്കിയുണ്ടാവുകയില്ല. കാരണം മനുഷ്യനൊരു സ്വഭാവമുണ്ട്, എത്ര തന്നെ കഠിനമായ പ്രയാസങ്ങൾ അപ്പുറത്തുണ്ടെങ്കിലും തൽക്കാലം ഇപ്പോഴുള്ള സുഖം മതി.
മദ്യപിച്ചാലുണ്ടാകുന്ന പ്രശ്നമറിയാം, എന്നാലും അവൻ മദ്യപിക്കുന്നു. പുകവലിച്ചാലുണ്ടാകുന്ന പ്രശ്നമറിയാം, എന്നാലും അവൻ പുകവലിക്കുന്നു. അപ്പുറത്ത് വേദനയാണെങ്കിലും ശരി, അപ്പുറത്ത് യാതനയാണെങ്കിലും ശരി, താൽക്കാലിക സുഖമാണ് എനിക്ക് വലുത് എന്ന് കരുതുന്ന ദുർബലതയാണ് മനുഷ്യനുള്ളത്. അതുകൊണ്ട് തന്നെ നരകത്തിൽ അവർ മുഴുവനായും പ്രവേശിപ്പിക്കപ്പെടുമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ഈ മഹത്തായ ഹദീസ് നൽകുന്ന വളരെ വലിയൊരു പാഠമുണ്ട് സഹോദരങ്ങളെ. എന്താണ് ആ പാഠം? അള്ളാഹുവിലേക്ക് ഓടിയെടുക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുകയും ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുകയും അതിനെതിരിലുള്ള മുഴുവൻ ദേഹേച്ഛകളെയും ആത്മാർത്ഥതയോടുകൂടി ഒഴിവാക്കാൻ നാം സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. അത് ഇബ്ലീസ് പോലും അംഗീകരിച്ച യാഥാർത്ഥ്യവുമാണ്. ഇബ്ലീസ് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആലയോട്, ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. അല്ലാഹുവേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. സകല മനുഷ്യരെയും ഞാൻ വഴിപിഴപ്പിക്കും, കാര്യങ്ങൾ അവർക്ക് ഭംഗിയുള്ളതാക്കി തോന്നിപ്പിച്ചു കൊടുക്കും, ഹറാമുകളെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കും, അങ്ങനെ ഞാൻ അവരെ വഴിതെറ്റിക്കും. പക്ഷേ ഇബ്ലീസ് പറഞ്ഞു ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലിസീൻ, ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള അടിമകളെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരെ വഴിപിഴപ്പിക്കാൻ കഴിയില്ല, അവരെ കബളിപ്പിക്കാൻ കഴിയില്ല. അവർ സ്വർഗത്തിന് വേണ്ടി ദൃഢനിശ്ചയം ചെയ്തവരാണ്, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദൃഢനിശ്ചയം ചെയ്തവരാണ്. ആ ഇഖ്ലാസോടുകൂടി ഇബാദത്തിനാണ് നാം കൽപ്പിക്കപ്പെട്ടതും. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാനല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ദേഹേച്ഛകളെ ഒഴിവാക്കുക, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അംഗീകരിക്കുക. സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇല്ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. പ്രവാചകരെ, ഇനി താങ്കൾക്ക് ജനങ്ങൾ ഉത്തരം നൽകുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, അവർ അവരുടെ ദേഹേച്ഛയെയാണ് അനുസരിക്കുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തെ മാറ്റിവെച്ച് സ്വന്തം ഇഷ്ടത്തെ പിൻപറ്റുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരാണുള്ളത്? അള്ളാഹു ചോദിക്കുകയാണ്, വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അള്ളാഹുവിൽ നിന്നുള്ള സന്മാർഗത്തെ മാറ്റിവെച്ചിട്ട് സ്വന്തം മനസ്സ് പറയുന്നതെന്തോ അതിനെ പിൻപറ്റുന്നവൻ ഏറ്റവും വലിയ വഴിപിഴച്ചവനാണ്. അപ്പോൾ ഏറ്റവും വലിയ ഹിദായത്തിൻ്റെ ആളാരാണ്? നേരെ ഓപ്പോസിറ്റുമാണ്. ഒരാൾ തൻ്റെ ദേഹേച്ഛ എന്തു പറഞ്ഞാലും ശരി, ശൈത്താൻ എന്തു പറഞ്ഞാലും ശരി, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം അനുസരിച്ചു മാത്രമേ ഞാൻ ജീവിക്കുകയുള്ളൂ എന്ന് ദൃഢനിശ്ചയം ചെയ്യുകയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് ഹിദായത്തിൻ്റെ വക്താക്കൾ. അതാണ് യഥാർത്ഥ ഹിജറ. ദേഹേച്ഛയിൽ നിന്ന് ഹിദായത്തിലേക്കുള്ള സഞ്ചാരം, തന്നിഷ്ടങ്ങളിൽ നിന്ന് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമുള്ള സഞ്ചാരം, നാട്ടുനടപ്പിൽ നിന്ന് പ്രവാചകന്റെ ഹദിയിലേക്ക് സന്മാർഗത്തിലേക്കുള്ള സഞ്ചാരം, നിഫാഖിൽ നിന്ന് ഇഖ്ലാസിലേക്കുള്ള സഞ്ചാരം, ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കുള്ള സഞ്ചാരം, ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്കുള്ള സഞ്ചാരം, അതാണ് യഥാർത്ഥ ഹിജറ. അതിന് തയ്യാറായാൽ തനിക്ക് നഷ്ടമായിരിക്കും ഈ ലോകത്തും പരലോകത്തും എന്ന് ആരും കരുതരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ തയ്യാറാണോ? ജീവിതത്തിൻ്റെ മുഴുവൻ പ്രയാസങ്ങളിലും ഒരു എക്സിറ്റ് അള്ളാഹു നിങ്ങൾക്ക് നൽകും. അള്ളാഹു ഒരു പോംവഴി കാണിച്ചു തരും. നിങ്ങളുടെ കാൽക്കുലേഷനുകൾക്കപ്പുറത്തുകൂടി നിങ്ങൾക്ക് റിസ്ക് തരും. നിങ്ങളുടെ കണക്കുകൂട്ടലല്ല, മനുഷ്യൻ്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെടുന്നത്. ആ നിലക്ക് അള്ളാഹു റിസ്ക് തരും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിജറ എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് വരരുത് ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോവൽ മാത്രമാണ് ഹിജറ എന്ന്. അങ്ങനെയല്ല, മറിച്ച് ദീനനുസരിച്ച് ജീവിക്കാൻ സൗകര്യമുള്ള ഏതൊരു നാട്ടിൽ നിന്നും പിന്നെയുള്ള ഹിജറ നല്ലവരായി ജീവിക്കുക എന്നതാണ്. നാം ജീവിക്കുന്ന ഈ രാജ്യം പോലെ നാം ഇഷ്ടപ്പെടുന്ന മതമനുസരിച്ച് അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ അതിനുള്ള സ്ഥാപനങ്ങൾ നിർമ്മിച്ചുകൊണ്ടും എല്ലാ നിലക്കും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുവാൻ സൗകര്യമുള്ള, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ
അങ്ങനെയുള്ള ഒരു നല്ല നാട്ടിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഹിജറ ഹൃദയം കൊണ്ടുള്ള ഹിജറയാണ്. ഷിർക്കിൽ നിന്ന് തൗഹീദിലേക്കും ബിദ്അത്തിൽ നിന്ന് സുന്നത്തിലേക്കും അധർമ്മങ്ങളിൽ നിന്ന് സത്യത്തിലേക്കും നന്മയിലേക്കുമുള്ള ഹിജറ. അതാകുന്നു ഹൃദയം കൊണ്ടുള്ള ഹിജറ. അതാണ് ആവശ്യമായിട്ടുള്ളതും. അത്തരം ആളുകൾക്ക് അല്ലാഹു ഇഹത്തിലും പരത്തിലും ഖൈർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ കാര്യം നാം മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.